അപ്പോൾ അതാ നേരം വെളുത്തിട്ടുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും വരുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലത്തെ വീഡിയോയിൽ അവർ ഇന്ന് എത്തും എന്നുള്ളത്. അപ്പോൾ അവർ രാവിലെയാണ് അവർക്ക് ട്രെയിൻ ഇവിടെ ഒരു 7:30-7:45 ആകുമ്പോൾ എത്തുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് കേട്ടോ. ആ സമയത്ത് ആയതുകൊണ്ട് നമുക്ക് പോയി കൊണ്ടുവരാനും എല്ലാത്തിനും ഒരു സൗകര്യമാണ്. ശരത്തേട്ടൻ ജോലിക്ക് പോകുന്ന വഴിക്ക് അവരെ കൊണ്ടുപോയി പിക്ക് ചെയ്തിട്ടൊക്കെ വന്നിട്ട് വേണം പിന്നെ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു ക്യാബ് പിടിച്ച് അവരിങ്ങോട്ട് വിട്ടിട്ട് അച്ഛന് വരാനൊക്കെ അറിയാം കേട്ടോ. വിളിച്ച് വിട്ടിട്ട് പിന്നെ ശരത്തേട്ടൻ അവിടെ നിന്ന് അങ്ങനെ മെട്രോയിൽ പോകാമെന്ന് വിചാരിക്കും. ഇന്ന് ക്യാബിൽ പോകണ്ടെന്നാണ് തീരുമാനം കേട്ടോ. അപ്പൊ അങ്ങനെ ശരത്തേട്ടൻ എന്താ പോയിട്ടുണ്ട്. മക്കൾക്കാണെങ്കിൽ ഇന്ന് സ്കൂളും ഉണ്ട്. അപ്പൊ അവര് സ്കൂളിലൊക്കെ പോകാനായിട്ട് റെഡി ആയിട്ട് ഇതാ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ മക്കൾക്കാണെങ്കിൽ ഇന്ന് സ്കൂള് കഴിയുന്ന ദിവസമാണ്. മക്കൾക്ക് അപ്പോൾ ദസറയുടെ വെക്കേഷൻ ആണ്. പിന്നെ അവർക്കൊരു ഓൾമോസ്റ്റ് 2 വീക്സോളം ലീവ് ഉണ്ട്. അപ്പൊ അതിൻ്റെ ഒക്കെ ഒരു ആഘോഷത്തിലാണ്. അപ്പൊ അതും പ്രമാണിച്ചിട്ടാണ് ഇവര് വന്നിരിക്കുന്നത്. ഞാൻ എന്തായാലും നാട്ടിലേക്ക് പോണില്ലല്ലോ. അപ്പൊ പിന്നെ അവര് ഇങ്ങോട്ട് വന്ന് നമുക്ക് സുഖമില്ലാണ്ടിരുന്ന സമയത്തൊക്കെ ഞാൻ വരണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ പിടിച്ചു വെച്ചേക്കായിരുന്നു. വരണ്ട, ഇനി അവർക്ക് അങ്ങനെ വന്നാലോ എന്നുള്ള ടെൻഷനിലാണ്. നമ്മളോ ഈ സ്ഥിതിയിലായി. ഇനിയിപ്പോൾ അവരും കൂടി വന്നവരും പ്രായമായിട്ടുള്ള ആൾക്കാരല്ലേ, ഇനി അവർക്കും വന്നിട്ട് ബുദ്ധിമുട്ട് വരണ്ട എന്ന് വിചാരിച്ചിട്ട് നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങനെയാണ് പരമാവധി നമ്മൾ നോക്കും. ഒട്ടും പറ്റിയില്ലെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചോദിക്കേണ്ട വഴിയില്ല. അപ്പോൾ മാനേജ് ചെയ്ത് പോകാൻ പറ്റിയ കാരണം കൊണ്ട് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയി ഇതുവരെയൊക്കെ എത്തി. അപ്പോൾ മക്കളെ കാണാൻ വേണ്ടിയിട്ടും നമ്മുടെ അടുത്ത് 2 ദിവസം നിൽക്കാൻ 2 ദിവസം 3-4 ദിവസം നിൽക്കണം. അതിന് കൂടുതലൊന്നും അവർ ഒരിക്കലും നിൽക്കാറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ വരുന്നുണ്ട്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഒരു ഉഷാറൊക്കെ വന്ന പോലെ കാലത്ത് എണീറ്റപ്പോഴത്തേക്കും ശബ്ദം കുറച്ചുകൂടി ബെറ്ററും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ചടങ്ങിലേക്ക് കടക്കാം. അപ്പോൾ പാലപ്പത്തിൻ്റെ മാവ് ഞാൻ നോക്കട്ടെ. ഇത് ഞാൻ ഇതാ കണ്ടോ, നല്ല പോലെ ഇതേ പതഞ്ഞ് പൊന്തി ഇതേ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ നല്ല ഗുമാന്നിരിപ്പുണ്ട്. അപ്പൊ ഇതൊന്ന് കലക്കി നമുക്ക് പാലപ്പം ഉണ്ടാക്കി തുടങ്ങാം. പിന്നെ സ്റ്റൂ ആണ്. സ്റ്റൂവിന്റെ ഐറ്റംസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കട്ടെ കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. അച്ഛൻ ഒക്കെ വിശക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കി വെച്ചാല് വരുമ്പോ പെട്ടെന്ന് കഴിക്കാലോ എന്നാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ കേട്ടോ. ഉണ്ടാക്കി തീരും എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കാം. പാലപ്പം നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ധൃതിയും വെപ്രാളവും കൂടിയ പിന്നെ എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല കേട്ടോ. എനിക്ക് കൈ വിറയ്ക്കും. അപ്പൊ സമാധാനത്തിൽ ചെയ്യണം എനിക്ക് എല്ലാ കാര്യവും. കൈയും വിറയ്ക്കും, എനിക്ക് എന്റെ കണക്കും തെറ്റിപ്പോവും. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. വെപ്രാളപ്പെട്ടാലേ എനിക്കാണെങ്കിൽ രാവിലെ എണീറ്റപ്പോൾ നല്ല ചുമയുണ്ടായിരുന്നു. എനിക്ക് എന്തോ ഒരു പ്രയാസം പോലെ ചെസ്റ്റിൽ ഇപ്പോഴും ഒരു എന്താ പറയാ, ഒരു കഫം നമ്മുടെ ചെസ്റ്റിൽ നിൽക്കണ കാരണം കൊണ്ടേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് തന്നെത്താൻ വെളിയിലോട്ട് വരണം. അതിനാണ് നമ്മൾ ഈ നെബുലൈസേഷൻ ഒക്കെ ചെയ്യണത്. നെബുലൈസ് ചെയ്യുമ്പോൾ അത് വരുമെന്നാണ് പറയുന്നത്. കുറച്ചൊക്കെ വരുന്നുണ്ട്, പക്ഷെ മുഴുവനായിട്ടും വരുന്നില്ല കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് നമുക്ക് രാവിലെ എണീക്കുമ്പോൾ എപ്പോഴും അങ്ങനെയല്ലേ, നമ്മുടെ തൊണ്ടയ്ക്ക് ഒരു ചെറിയൊരു ഇതുണ്ടാവും. അപ്പൊ ആ ഒരു സമയത്ത് എനിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അല്ലാത്ത പക്ഷം ഞാൻ ഓക്കെ ആണ് കേട്ടോ. എന്റെ സൗണ്ടൊക്കെ ഒരുവിധം തിരിച്ചു വന്നിട്ടുണ്ട്. കുട്ടികളുടെ അടുത്ത് പഠിക്കുന്ന സമയമൊക്കെ ആയിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായിരുന്നേനെ. ഇപ്പൊ എക്സാം ഒക്കെ അങ്ങനെ തീർന്ന സ്ഥിതിക്ക് എനിക്ക് ആ ടെൻഷൻ ഇല്ല. അല്ലെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണ്ടേ, അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ദൈവം സഹായിച്ച് ആ സമയത്തേക്ക് അല്ലായിരുന്നു. ഇപ്പോഴാണ് ഇതൊക്കെ വന്നത്. അത് കാരണം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ദാദി അമ്മമ്മയും വരുന്നത് അറിയില്ല കേട്ടോ. ഞാൻ എക്സാം ആയിരുന്ന കാരണം കൊണ്ട് ഇനി അത് ആലോചിച്ചിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വരണ ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല, നാളത്തേക്കേ വരുള്ളൂ എന്ന് പറഞ്ഞേക്കുന്നേ. സ്കൂൾ അടച്ച് എല്ലാം കഴിഞ്ഞ് ഒക്കെ വരുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അവർക്ക് അറിയില്ല. അപ്പൊ കാണുമ്പോഴത്തെ എക്സൈറ്റ്മെന്റ് നമുക്ക് കാണാം. പറ്റുകയാണെങ്കിൽ വീഡിയോ എടുക്കാം. ചിലപ്പോൾ ഞാനും അവർ വന്നതിൻ്റെ ഇതിൽ ഞാനും ചിലപ്പോൾ മറന്നു പോകും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്.
ഇപ്പോൾ ഒരു 5-6 മാസത്തിന് ശേഷമാണ് ഞാൻ അച്ഛനമ്മേനെയൊക്കെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എനിക്കും ഉണ്ടാവും. നമ്മളപ്പോൾ ആ സമയത്ത് വീഡിയോ എടുത്തൊന്നും വരില്ല, പറയാൻ പറ്റില്ല. ഞാൻ പറ്റുകയാണെങ്കിൽ വീഡിയോ എടുക്കാം കേട്ടോ. ഒന്നും ഞാൻ ശരിയാക്കി വെച്ചിട്ടും ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ ഇന്നലെ നല്ലോണം ലേറ്റായി, 11:30-12 ആയിട്ടാണ് ഞാൻ എല്ലാം ചെയ്തിട്ട് പോയി കിടന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് ചെയ്യാനും പറ്റിയില്ല. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം എനിക്ക് കൈ ഭയങ്കര വേദനയുണ്ട്. സ്റ്റിൽ എനിക്കിപ്പോഴും ആ വേദനയുണ്ട് കൈക്ക്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുത്തി വെച്ച കൈയല്ലേ, എൻ്റെ കൈയാണെങ്കിൽ പെട്ടെന്ന് നീര് വരും അങ്ങനെയൊക്കെ കുത്തിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് കൈവേദന ഉണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ വന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടൊക്കെയാണ് പിന്നെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. എനിക്കറിയാം, രാവിലെ കണ്ടില്ലേ എനിക്ക് മേലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ രാത്രിയെ മീൻകറിയൊക്കെ വെച്ചത്. ആ പുളിയും പിടിക്കും. മീൻകറി അങ്ങനെ കേടൊന്നും ആവില്ല കേട്ടോ. നമ്മളിങ്ങനെ വെക്കുമ്പോഴത്തേക്കും കേടാവുന്നുള്ള പേടിയൊന്നും വേണ്ട, കേടൊന്നും ആവില്ല. രാത്രി ആണെങ്കിൽ കൂടി നമ്മൾ ഫ്രിഡ്ജിലൊന്നും എടുത്ത് വെക്കില്ല മീൻകറി. സ്ട്രെയിറ്റ് നമ്മൾ ഒന്ന് നന്നായി ചൂടാക്കിയിട്ട് വെളിയിൽ വെച്ച കേടൊന്നും ആവില്ല കേട്ടോ മീൻകറി. ഇത് കൊണ്ട് കളയട്ടെ, എന്നിട്ട് നമുക്ക് പെട്ടെന്ന് കറി തട്ടിക്കൂട്ടാം. വീഡിയോയുടെ കൂട്ടത്തിൽ നമ്മുടെ റെസിപ്പീസും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറഞ്ഞുകൊണ്ട് കമൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് പറയാം. ഇത് സ്റ്റൂവിന് വേണ്ടിയിട്ടുള്ള അരപ്പാണ്. ഞാൻ 3-4 ടീസ്പൂണോളം നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലും 1 ടീസ്പൂണോളം പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്കായ 2-3 ഇത് ഇട്ടാൽ മതി. 1/4 ടീസ്പൂണോളം ജീരകം ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി, എരിവിനനുസരിച്ച് പച്ചമുളക് 4-5 ആയാലും കുഴപ്പമില്ല. പിന്നെ കാഷ്യൂനട്ട് ഒരു 5-8 എണ്ണം, അത്രയും ചേർത്തിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇനി വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കറിവേപ്പിലയും ബേ ലീഫും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം 1-2 സവോള, ചെറുതാണെങ്കിൽ 2 എണ്ണം, വലുതാണെങ്കിൽ 1 എണ്ണം, അതിനനുസരിച്ച് ചേർക്കുക. 1 ടീസ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വഴന്ന് ഒരു ലൈറ്റായിട്ട് കളറൊക്കെ ചേഞ്ച് ആകുമ്പോഴത്തേക്കും വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2-3 ഉരുളക്കിഴങ്ങും ഒരു വലിയ ക്യാരറ്റും ഒരു 2-3-4 ബീൻസൊക്കെയാണ് എടുത്തിരിക്കുന്നത്. കോളിഫ്ലവർ വേണ്ടവർക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ച കളറുള്ള ഫ്രോസൺ ഗ്രീമീസാണ് ഉള്ളതെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിന് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ വെജിറ്റബിൾസ് ഒന്ന് വഴന്ന് വരണം കേട്ടോ. വഴന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അരപ്പ് ഡയറക്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്യാം. ആ ഒരു മിക്സി കഴുകി ഒഴിച്ചാൽ മതി. നമുക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ച് കേട്ടോ. എന്നിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് 2 വിസിലോ 3 വിസിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേവിച്ചെടുക്കാം. ഈ ഒരു കുറുമ എന്ന് പറയുമ്പോൾ കുറച്ച് ഉടഞ്ഞിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഒരുപാട് കഷ്ണങ്ങൾ ഇങ്ങനെ അങ്ങനെ തന്നെ കിടക്കണേ കഴിഞ്ഞാൽ നല്ലത്. എനിക്ക് ഇതാണ് ഇഷ്ടം. അപ്പോൾ ഞാനൊരു പൊട്ടറ്റോ മാഷർ വെച്ചിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വെജിറ്റബിൾസ് അങ്ങനെ തന്നെ കിടന്നോട്ടെ. എന്നിട്ട് ഒരു തിള വരുമ്പോഴത്തേക്കും നമ്മൾ നെയ്യിൽ മുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടിയിട്ട് വറുത്ത് ഇതിലേക്ക് ചേർക്കുക. അപ്പോഴാണ് അതിനൊരു വേറൊരു ഫ്ലേവർ കിട്ടുന്നത്, അടിപൊളിയാവുന്നത് കേട്ടോ. ഇനിയിപ്പോൾ കാഷ്യൂനട്ടൊക്കെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചുമ്മാ ഒരു നെയ്യ് 1 സ്പൂൺ ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കറിവേപ്പിലിട്ട കാര്യം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കുറുമയുടെ റെസിപ്പി. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അമ്മയും അച്ഛനൊക്കെ വന്നു കേട്ടോ. കുറച്ച് നേരമായിട്ടുണ്ടായിരുന്നു. ഞാനതൊന്നും വീഡിയോ എടുത്തില്ല വരുന്നത്. അപ്പോൾ അമ്മ വന്ന് എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇതാ പെട്ടി പൊട്ടിക്കൽ മാമാങ്കമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല. ആകെ എനിക്ക് വെളിച്ചെണ്ണയും തേനും മാത്രം ആവശ്യമുണ്ടായിരുന്നുണ്ട്. പക്ഷേ അവരൊരു പെട്ടി സാധനങ്ങൾ കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നല്ല. ബാഗും പെട്ടിയൊക്കെ എടുത്ത് ട്രെയിനിലൊക്കെ കയറാൻ ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ശരത്തേട്ടൻ പോയതും. അപ്പോൾ ശരത്തേട്ടൻ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ കൊണ്ടാക്കിയിട്ട് പോകാമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അത് എന്തെല്ലാം സാധനങ്ങളാണ് വാങ്ങിച്ചു കൊടുന്നേക്കണമെന്ന് അറിയാമോ? ഇത് കണ്ണിമാങ്ങ അച്ചാറാണ് കേട്ടോ. നരസൂസോ എന്തോ പേര് എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല. അതാണ് മേടിച്ചത്. നല്ല അച്ചാറായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടാഞ്ഞിട്ടല്ല, എന്നാലും അവരുടെ ഒരു സ്നേഹമാണ് കേട്ടോ. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്കിവിടെ സാധനങ്ങളൊക്കെ നാട്ടിലത്തെ മേടിക്കാൻ കിട്ടില്ല, വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇഷ്ടം പോലെ ഷോപ്പുകളുണ്ട് നാട്ടിലത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്നത്. അതായത് കൊണ്ട് എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോൾ അതേ ഇത് കണ്ണിമാങ്ങ അച്ചാർ ഞാൻ പറഞ്ഞത് പേര് നിങ്ങൾ വായിച്ചെടുത്ത്. എനിക്ക് നരസു എന്നാണ് തോന്നുന്നു എഴുതിയിരിക്കുന്നത്. അതുപോലെ പപ്പടം, ഇത് കണ്ടോ പപ്പായ വരെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പച്ച പപ്പായ എനിക്ക് ഉപ്പേരി
ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കൂർക്ക കൊടുത്തിട്ടുണ്ട്. ഇത് പ്രിയൻ ചേട്ടൻ്റെ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ടുള്ളതാണ്. കൊള്ളി ഉണ്ട് കേട്ടോ. കൊള്ളി എന്ന് വെച്ചാൽ കപ്പ. കൂർക്കൊക്കെ 2 കിലോ ഉണ്ടെന്ന് തോന്നുന്നു. വലിയ മണികളായിരുന്നു. നല്ല ടേസ്റ്റുള്ള കൂർക്കയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ പഴം കൊണ്ട് നമ്മുടെ ആ ഒരു കുട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഇന്ന് ഞാൻ എന്നും സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന കാരണം കൊണ്ട് എന്തെങ്കിലും എനിക്ക് ആവശ്യമില്ലെങ്കിലും ഒരെണ്ണം മേടിക്കും കേട്ടോ. എന്നുവെച്ചാൽ അവൻ ചെറുപ്പമാണ്, അവൻ കുറേ അധ്വാനിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഫ്രഷ് സാധനങ്ങൾ മാത്രമേ അവൻ കൊണ്ടുവരാറുള്ളൂ. അത് കാരണം കൊണ്ട് ഞാൻ അവൻ്റെ ഇന്ന് മേടിക്കും. കദളിപ്പഴം തൊട്ട് എല്ലാ ടൈപ്പിൽപ്പെട്ട പഴമുണ്ട്. വളരെ ഫ്രഷ് ആയിട്ടുള്ള നല്ല പഴമാണ് അവൻ കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ മേടിച്ച് ഞാൻ അകത്തേക്ക് വന്നു. അപ്പോഴത്തേക്ക് അമ്മ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. അമ്മ അതാ പാത്രങ്ങളൊക്കെ കഴുകുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജോലിക്ക് വരുന്ന കുട്ടി ഇപ്പോൾ വരുന്നില്ല. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് അവൾ വരുന്നില്ല, പനിയായിരുന്നു കേട്ടോ. ചിലപ്പോൾ നമ്മുടെ തന്നെ കിട്ടിയതായിരിക്കും, പാവമുണ്ട്. അപ്പോൾ ലീവിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 2 ആഴ്ച ലീവ് എടുത്തിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പം വരുന്നില്ല. അപ്പം ഞാനും അമ്മയൊക്കെ തന്നെയായിരുന്നു ഫുള്ള് കാര്യങ്ങൾ നോക്കിയിരുന്നത്. ശരത്തേടെ അപ്പോഴത്തേക്കും ഓഫീസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലീവ് എടുക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ലീവൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ മുഖത്ത് ആ ചിരി കാണുന്നത് അച്ഛനും അമ്മയും വന്നതിൻ്റെ സന്തോഷമാണ്. ഞങ്ങൾ നാട്ടിലത്തൊക്കെ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അച്ഛനും വന്നിരുന്ന് ഞങ്ങൾ ഒത്തിരി നേരം സംസാരിച്ചിട്ടൊക്കെയാണ് ജോലികൾ ചെയ്യുന്നത് കേട്ടോ. ജോലിയും നടക്കും, സംസാരവും നടക്കും, എല്ലാ വിശേഷങ്ങളും അറിയാം. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഇവിടെ വന്നതിപ്പോൾ തൊട്ട് പാത്രം കഴുകുന്ന പണി ഫുൾ അമ്മയുടെ ആയിരുന്നു. എനിക്കാണെങ്കിൽ പാത്രം കഴുകുക ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ആ പണി ഫുൾ അമ്മയായിരുന്നു ചെയ്തിരുന്നത്. ഞാൻ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ എൻ്റെ ഭാഗത്തു നിന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് ആസ്വദിച്ച് ഇതേ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞു കഴിഞ്ഞു. ഞാൻ തോരൻ ഉണ്ടാക്കാനൊക്കെയുള്ള പരിപാടി നോക്കുകയാണ്. ഈ മിക്സ്ഡ് വെജിറ്റബിൾ തോരൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് കേട്ടോ. ക്യാബേജും ക്യാരറ്റും ബീൻസൊക്കെ ഒരുമിച്ചിട്ടിട്ടുള്ള ഒരു തോരൻ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ കടുകൊക്കെ പൊട്ടിച്ച് നമ്മൾ നേരെ ഈ ഒരു അരിഞ്ഞു വെച്ച സാധനം അതിലേക്ക് ഇട്ട് ഉപ്പിട്ട് വേവിക്കുക. തോരനിൽ തേങ്ങയും സാധാരണ ചെയ്യണ പോലെ തന്നെ തേങ്ങയിൽ പച്ചമുളകും ഒരു കഷ്ണം ചെറിയ ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത അടിപൊളി തോരൻ റെഡിയാണ്. അമ്മ ആ നേരം കൊണ്ട് അടുത്ത പണിയിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂർക്ക കൊണ്ടുവന്നത് അപ്പം തന്നെ വെള്ളത്തിലിട്ട് അമ്മ ഓൾറെഡി വീട്ടിൽ നിന്ന് ഒരു പ്രാവശ്യം കഴുകി അതിൽ മണ്ണൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ടാണ് കൊണ്ടുവന്നത്. അത് കാരണം കൊണ്ട് ഒരുപാട് പണിയെടുക്കാനായിട്ടില്ലായിരുന്നു. ജസ്റ്റ് അതിൻ്റെ ആ ഒരു തൊലി കളയാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അമ്മ അത് കത്തി കൊണ്ട് തന്നെ അകത്തിരുന്നിട്ട് തന്നെ ചെയ്തത്. സാധാരണ നമ്മൾ മേലേക്ക് പോയിട്ട് അലക്കും കല്ലുമ്മയൊക്കെ ഇട്ടിട്ട് അടിച്ചിട്ടൊക്കെയാണ് തൊലി കളയുക. ഇതിപ്പോൾ അമ്മ ഇങ്ങനെ ചെയ്ത് വന്ന കാരണം കൊണ്ട് എളുപ്പമായി. അപ്പോൾ ഊണ് കഴിക്കേണ്ട സമയമായി വരുന്നു കേട്ടോ. അപ്പം ഞാൻ മീൻകറി ഒന്നുകൂടി എടുത്ത് ചൂടാക്കാണ്. അത് കഴിഞ്ഞിട്ട് മീൻ വറുക്കാനും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ഈ ഇതിനെന്താ പറയാമോ, മീനിന്റെ പേരെന്താ? വെളൂരിയുടെ വലുതാന്ന് തോന്നുന്നുണ്ട്. ഈ വെളൂരി നമ്മുടെ നാട്ടില് വെളൂരി എന്ന് അതിനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ മീനിന്റെ വേറെ വല്ല പേരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തോളൂ. ഇതിന്റെ പേര് വേറെ വല്ലതും ഉണ്ടെങ്കിൽ കേട്ടോ, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാനിത് വറുക്കാൻ വെക്കട്ടെ. അച്ഛനൊക്കെ നേരത്തോടുകൂടി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. പിന്നെ പിള്ളേരും ഇവിടെ അവർക്ക് സ്കൂളില് പിക്കൂനൊക്കെ 12:30 കഴിച്ച് അവർക്ക് ആ സമയമാകുമ്പോൾ വിശക്കും. അപ്പം അത് കാരണം കൊണ്ട് ഞാനും അത്രയും ലേറ്റായിട്ട്, മക്കളുണ്ടെങ്കിൽ ലേറ്റായിട്ട് ചോറ് കൊടുക്കില്ല, നേരത്തെ തന്നെ അവരും കഴിക്കട്ടെ. അപ്പോൾ ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്തരാം. ഒന്നും കൂടി തിളപ്പിക്കുകയാണ് കേട്ടോ. രാത്രി വെച്ച് നല്ലോണം പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നൊരു തിള വന്നാൽ നമുക്കത് ഓഫ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇതാ മീനും ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ചോറ് കൊടുക്കാൻ പരിപാടി. അമ്മ ഇപ്പോഴും കൂർക്കിരുന്ന് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂർക്ക. അപ്പം അത് കാരണം കൊണ്ടാണ് ഈ ചോറ് കൊണ്ട് വന്നിരിക്കുന്നത്. പിന്നെ അത് ഒന്ന് ഉപ്പേരി വെക്കണം. അത് ഇന്നിപ്പം വെക്കുന്നില്ല, ശരത്തേട്ടനൊന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടില്ല, ഓഫീസിൽ പോയിരിക്കാം. അപ്പം പിന്നെ ആളുള്ള ദിവസമോ അല്ലെങ്കിൽ നാളെയോ അങ്ങനെ എന്തെങ്കിലും ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ തോരൻ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ കറി ഇതാ തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓഫ് ചെയ്യട്ടെ.
അതിൻ്റെ ഇടയിൽ അമ്മ അതാ കൂർക്ക നന്നാക്കൽ കഴിഞ്ഞു. ഒരു പാത്രം ചെറിയുള്ളിയും വെളുത്തുള്ളിയും നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ വന്ന് ഈ വക പണികൾ എനിക്ക് നല്ല ഈസിയാണ് കേട്ടോ. അമ്മ ഓരോ പാത്രം നിറച്ച് ചെയ്ത് വെക്കും. എനിക്ക് എടുക്കേ വേണ്ട ആവശ്യത്തിനനുസരിച്ച്. അപ്പോഴത്തേക്ക് എന്താ മക്കളും വന്നിട്ടുണ്ട്. മനസ്സിലായ അതവന് കാറ്റടിക്കണേനോ വെക്കുന്നു. അപ്പോൾ ആദ്യം കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും സ്നേഹപ്രകടനവും ഒക്കെയാണ് കേട്ടോ രണ്ടുപേരും അമ്മമ്മോടും അച്ഛനോടൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സ്കൂൾ കൂട്ടണമെന്ന് ഞങ്ങൾ വരുന്നു. പിന്നെ ഇതാ കുറേ കളി സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അതേ അവർക്ക് എടുത്ത് അപ്പം തന്നെ നിരത്തൽ കഴിഞ്ഞു കേട്ടോ. ആ നല്ലതാ. അത് തന്നെ കാണിച്ച അമ്മേനെ കാണിച്ചേ, വീഡിയോയിൽ കാണിച്ചേ. പിക്കുനും തനുവിനും എന്താ സ്പെഷ്യലായിട്ട് ഓരോ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. തനുവിൻ്റെ ബർത്ത്ഡേക്ക് അവർക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് തനക്കുട്ടിക്ക് ഒരു ജോഡി കമ്മൽ എടുത്തുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. ഒരു ചെറിയ ഞാത്ത് പോലെ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ പിക്കുമോൻ്റെ ബർത്ത്ഡേക്ക് ഒരു മോതിരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് അവന് ടൈറ്റാണെന്നും പറഞ്ഞിട്ട് അത് മാറ്റി അതിൻ്റെ വലുത് ദേ എടുത്തുകൊണ്ട് വന്ന് കയ്യിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയും കൊണ്ട് ഇതാണ് തനുകുട്ടീൻ്റെ കമ്മൽ കേട്ടോ. നല്ല രസമുള്ള കമ്മലായിരുന്നു. ഒരു ചെറിയ ഞാത്ത് പോലെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഒരു ചെറിയ മണിയൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് അമ്മയച്ഛനും എടുത്തു കൊടുത്താണ് പിക്കുവിനൊരു മോതിരം. അവൻ്റെ കൈ പിടിച്ച് ആ മോതിരം ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചാൽ അവനിട്ട് അതിന് സമയവും ഇല്ല, ഡ്രസ്സ് വരെ ഇടാൻ നേരില്ലായിരുന്നു. പിന്നെ അമ്മയാണ് അങ്ങ് ഇട്ട് കൊടുത്തത്. കൊണ്ടുവന്ന കളി സാധനങ്ങളൊക്കെ നോക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു രണ്ടുപേരും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് കഴിയുമ്പോൾ അവർക്ക് എല്ലാം ആ ഒരു എക്സൈറ്റ്മെൻറ്റ് തീരുമ്പോൾ എല്ലാം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ തനിക്കുട്ടിക്ക് ആ കമ്മലൊന്നും ഇട്ട് കൊടുക്കുകയാണ്. അവർക്ക് സ്കൂളിൽ സ്വർണ്ണമൊന്നും അലോഡല്ല. പിന്നെ ഇപ്പോൾ ഒരു 2 ആഴ്ച ലീവ് ഉണ്ട്. അത് കാരണം കൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങ് ഇട്ടോട്ടെ എന്ന്. തനക്കുട്ടിക്ക് അങ്ങനെ ഒട്ടും സ്വർണത്തിൻ്റെ കമ്മലൊന്നും ഇട്ട് കൊടുക്കാണ്ടായിട്ട് അവളുടെ കാതിൻ്റെ ഹോൾ ഇങ്ങനെ ചെറുതായി പോയായിരുന്നു. നമുക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. സ്കൂളിൽ അത് ഒട്ടും അലൗഡല്ല. ഒരു കുഞ്ഞു മൊട്ടിൻ്റെ കമ്മലാണെങ്കിൽ പോലും അവർ ഇടാൻ സമ്മതിക്കില്ല കേട്ടോ. ഇവരുടെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാണ്, നാട്ടിലെ പോലെയൊന്നുമല്ല. ഇവരെല്ലാം നോക്കും. ഉണ്ടെങ്കിൽ തന്നെ നമ്മളടുത്ത് പറയും അപ്പം തന്നെ റിമൂവ് ചെയ്യാനും. അത് കാരണം കൊണ്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ കാതിലത് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു. അവൾക്ക് ഇച്ചിരി വേദനയൊക്കെ എടുത്തായിരുന്നു കേട്ടോ. എന്നാലും പിന്നെ ഞാൻ പതുക്കെ നയത്തിൽ പറഞ്ഞ് അങ്ങ് ഇടിക്കുകയാണ് ചെയ്തത്. ബാക്കിൽ കൂടെ സ്ക്രൂ ഒക്കെ ഊരിയ ബാക്കിൽ കൂടെ അങ്ങനെ ചെയ്ത് അതിൻ്റെ ആണിയൊക്കെ ബിന്നിൽ കൂടെ കയറ്റി അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ ഇട്ട് കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കളിയോട് കളിയായിരുന്നു. ഒന്ന് സ്കൂൾ പൂട്ടിയ സന്തോഷം, 2 അച്ഛനും അമ്മയും വന്ന സന്തോഷം. 2 കൂടി ആയപ്പോൾ അവർ തകർത്തു. ഞാൻ പിന്നെ കൂടുതൽ വീഡിയോ എടുക്കാനൊന്നും പോയില്ല. കുറേ നേരം ഞങ്ങളൊക്കെ സംസാരിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ശരത്തേട്ടനൊക്കെ രാത്രിയാണ് വന്നത്. അപ്പോൾ അങ്ങനെ ബിസി ആയിപ്പോയി. ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കാണിച്ചേ, ഇങ്ങോട്ട് തിരിഞ്ഞ് കാണിച്ചേ, അമ്മേനെ കാണിച്ചേ, ബാഗ് കാണിച്ചേ, സൈഡ് കാണിക്ക്. ആ നോക്കട്ടെ, തന്നെ നോക്കിയേ. ഇന്നത്തെ വ്ളോഗിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അച്ഛനും അമ്മയായിട്ടുള്ള അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.